ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല രണ്ട് അടിപൊളി സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു വെറൈറ്റി സേമിയ പായസമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ട് നമുക്കൊന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് സേമിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സേമിയ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. സേമിയ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ കാരമലൈസ് ആയിട്ട് ഇതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതത്ര തന്നെ മതി, ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1 ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട കെട്ടിയ പോലെയാണ് കേട്ടോ ഉണ്ടാവാം. പക്ഷെ ചൂടാറിട്ട് വരുമ്പോൾ അതൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് തന്നെ വന്നോളൂ. അപ്പോൾ നല്ലപോലെ അത് അലിഞ്ഞിട്ട് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നല്ല കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ഉണ്ടല്ലോ, വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് പഞ്ചസാര തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ തന്നെ തിളപ്പിച്ചിട്ട് കുറുക്കി എടുത്താൽ മതിയാവും. ഇനി നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഉണ്ടല്ലോ, കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനിലയുടെ ഫ്ലേവറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ളു വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബട്ടറും ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത റെസിപ്പി കണ്ടു നോക്കാം. അടുത്തായിട്ട് നേന്ത്രപ്പഴം പ്രഥമന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചുള്ള ആ പഴം ഉണ്ടല്ലോ, പഴത്തിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണേ. നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഴത്തിൽ ആ ശർക്കര പാനിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് വരണം. അപ്പൊ നമ്മുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ 5 ശർക്കര ഉരുക്കിയപ്പോൾ നല്ല കറക്റ്റ് മധുരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ 2 തേങ്ങയുടെ 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2 തേങ്ങയുടെ 1-ാം പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുവാണെങ്കിലും നമുക്കൊന്ന് ചൂടാറിയിട്ട് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു പായസത്തിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തിടുന്നതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണേ. നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈ 2 പായസം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്